കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ചതിന് പിന്നാലെ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന ഭർത്താവും മരിച്ചു. സോനയുടെ ഭർത്താവ് രജിൻ ലാലാണ് മരണത്തിന് കീഴടങ്ങിയത്. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജി, കൂടുതൽ വിവരങ്ങൾ. റജിൻ ക്രിസ്റ്റീന, 65% പൊള്ളലേറ്റിരുന്നു ഈ രജിൻ ലാലിന്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് രജിൻ ലാൽ മരണപ്പെടുന്നത്. കഴിഞ്ഞ 15-ാം തീയതി രാത്രി 9:30-ക്കാണ് നാടിനെ നടുക്കിയ ഈ സംഭവം നടക്കുന്നത്. തീപിടുത്തത്തിനിടയിൽ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അന്ന് ഈ അപകടത്തിൽ രജിൻ ലാലിൻ്റെ ഭാര്യ സോന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ രജിൻ ലാലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹത നിലനിൽക്കുന്ന ഒരു കേസാണ്. എങ്ങനെയാണ് ഈ ദമ്പതികൾ മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവിവ്യക്തത തുടരുകയാണ്. കാരണം ഈ സംഭവം നടക്കുന്ന ദിവസം സോന പേരാമ്പ്രയിലെ പെട്രോൾ പമ്പിൽ കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് പോലീസ് മെഡിക്കൽ കോളേജിൽ എത്തി ഈ രജിൻ ലാലിൻ്റെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ പ്രധാനമായും ഈ മൊഴിയിൽ പറഞ്ഞിരുന്നത്, അതായത് എങ്ങനെയാണ് കാറിൽ പെട്രോൾ വന്നത് എന്ന് തനിക്ക് അറിയില്ല, അതായത് കന്നാസിൽ പെട്രോൾ എങ്ങനെയാണ് കാറിൻ്റെ പിൻസീറ്റിൽ ഉണ്ടായിരുന്നത് എന്ന് തനിക്ക് അറിയില്ല എന്നുള്ള ഒരു മൊഴിയാണ് നൽകിയത്. കാറിൻ്റെ പിൻവശത്ത് നിന്നും പെട്ടെന്ന് തീ കത്തുകയാണ് എന്നാണ് പറഞ്ഞത്. അതേസമയം ഈ സോനയുടെ ബന്ധുക്കൾ പ്രധാനമായും ആരോപിക്കുന്നത് ഈ രജിൻ ലാലിൽ നിന്ന് വലിയ തലത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഈ സോനയ്ക്കുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഇതിൽ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന തലത്തിലുള്ള ഒരു ആരോപണങ്ങളാണ് ഈ സോനയുടെ കുടുംബം പ്രധാനമായും പറയുന്നത്. അതായത് മറ്റൊരു സ്ത്രീയുമായി ഈ ബന്ധമുണ്ട്, രജിൻ ലാലിന് ബന്ധമുണ്ട്, അത് സോനയ്ക്ക് അറിയാമായിരുന്നു. അത്തരത്തിൽ സോനയെ അവോയ്ഡ് ചെയ്യാനുള്ള അവഗണിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ രജിൻ ലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്ന തലത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം 6 മാസം ഗർഭിണിയായിരുന്നു സോന എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രജിൻ ലാൽ മരണപ്പെട്ടതോടുകൂടെ ഈ കേസ് ഏത് തരത്തിലാണ് അന്വേഷിക്കേണ്ടത് എന്ന കാര്യത്തിൽ പോലീസും ആശങ്കയുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.